പൗരാണിക സർവീസ് സ്റ്റേഷൻ ആലപ്പുഴ ബോട്ടിൽ നിന്നും നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ചരിത്രാതീത കാലത്ത് കേരളത്തിൽ ചരക്ക് പ്രധാന ജീവനാഡിയായി പ്രവർത്തിച്ചിരുന്ന വടക്കനാൽ എന്ന ചരിത്ര പ്രസിദ്ധമായ കനാലിലൂടെയാണ് നമ്മുടെ ജലവാഹനം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യൂട്ടാസ് യാത്രയ്ക്ക് ആമുഖമായി ഈ ജലയാനത്തിന്റെ ജലപഥങ്ങളെക്കുറിച്ച്, അതായത് വരുന്ന 5 മണിക്കൂർ സമയം ഏതെല്ലാം പ്രദേശങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും എന്നൊരു ആമുഖമായി സഞ്ചാരികളിലേക്ക് പകർന്നുണ്ട്. ചരിത്ര പ്രസിദ്ധമായ വടക്കനാലിലൂടെ ഏകദേശം 10 മിനിറ്റോളം ദൈർഘ്യമുള്ള യാത്ര പിന്നിടുന്നു. ലോകപ്രസിദ്ധ ജലകായിക മേളയായ നെഹ്റു ജലമേള എന്ന പുന്നമട കായലിലേക്കാണ് നമ്മുടെ ജലവാഹനം ആദ്യം പ്രവേശിക്കുന്നത്. പുന്നമട കായലിൽ ചുരുക്കമുള്ള മത്സരങ്ങൾ അരങ്ങേറുന്ന റൈസ് ട്രാക്കിലൂടെ സഞ്ചരിച്ച് കേരളത്തിലെ പ്രസിദ്ധമായ ജലകായിക പരിശീലന കേന്ദ്രം സായി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജലകായിക പരിശീലന കേന്ദ്രത്തിന് മത്സരങ്ങൾ സഞ്ചരിച്ച് പിന്നീട് നമ്മുടെ ജലവാഹനം എത്തിച്ചേർന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കായലും കേരളത്തിലെ ഏറ്റവും വലിയ കായലുമായ വേമ്പനാട് കായലിലേക്കാണ്. വേമ്പനാട് കായലിലൂടെ ഏകദേശം 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള യാത്ര പിന്നിടുമ്പോൾ വേമ്പനാട് കായലിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്വാഭാവിക നദീദ്വീപായ പാതിരാമണൽ ദ്വീപിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. പാതിരാമണൽ ദ്വീപിൽ ഇറങ്ങുന്നതിനും ചുറ്റി സഞ്ചരിക്കുന്നതിനുമായി സഞ്ചാരികൾക്കായി 1/2 മണിക്കൂർ സമയമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പാതിരാമണൽ ദ്വീപ് സന്ദർശനം അവസാനിപ്പിച്ച് കുടുംബശ്രീ ഒരുക്കുന്ന വിഭവസമൃദ്ധമായ കുട്ടനാടൻ ഉച്ചഭക്ഷണത്തോടുകൂടി പിന്നീട് നമ്മുടെ യാത്ര പുനരാരംഭിക്കുന്നത് ലോകപ്രസിദ്ധ ഉൾനാടൻ ജലവിനോദസഞ്ചാര ഗ്രാമം കുമരകം എന്ന കായൽ ഗ്രാമത്തിന്റെ തീരങ്ങളിലേക്കാണ്. കുമരകം എന്ന കായൽ ഗ്രാമത്തിന്റെ കായൽ സൗന്ദര്യവും പ്രകൃതി സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് പിന്നീട് നമ്മളുടെ ജലവാഹനം എത്തിച്ചേരുന്നത് കേരളത്തിലെ എന്നും കായൽ കാർഷിക വിനോദ